നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്നവരോടാണ്. നിങ്ങൾ പല സ്ഥാപനങ്ങളിൽ ഓഫ്ലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് റിപ്പീറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ പഠനത്തിൻ്റെ നിങ്ങളുടെ ഇടവേളകളിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ചിലപ്പോൾ അൺസർട്ടനിറ്റിയുടെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടാവും അല്ലേ? ഒരു വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ നീറ്റ് ഓപ്റ്റ് ചെയ്യണമായിരുന്നോ, ഒരു 2 വർഷമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വെർത്തായിരിക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് ഒരു 100 ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഡെഫിനറ്റ്ലി വിൽ ഹാവ് ടു ഗോ ത്രൂ ദിസ് കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് നീറ്റ് എന്ന രൂപത്തിലാണ്, ശരിയല്ലേ? 10ാം ക്ലാസ്സിന് മുൻപായിട്ട് ഇപ്പം നാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണെങ്കിൽ CUET, അല്ലെങ്കിൽ ക്ലാറ്റ് പോലെയുള്ള ഒരുപാട് പരീക്ഷകൾ. ഇനി സിവിൽ സർവീസ് ഓപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ UPSC എക്സാമിനേഷൻ, ഡിഫൻസിൽ പോകേണ്ടവരാണെങ്കിൽ NDA, അങ്ങനെ എല്ലാ തലത്തിലും എന്തുണ്ട്? കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടറാകാൻ ആഗ്രഹിച്ച് മുന്നോട്ട് കടന്നു വരുന്ന ഒരു കുട്ടി ഓപ്റ്റ് ചെയ്യുന്ന എക്സാമിനേഷൻ ആണ് ഇത് നീറ്റ് എക്സാമിനേഷൻ. അത് ലേശം കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് മാത്രം. അങ്ങനെ ആ കോമ്പറ്റീഷൻ കൂടുതലായിട്ടുള്ള നീറ്റ് എക്സാമിനേഷൻ ഓപ്റ്റ് ചെയ്ത് 1 ഇയർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരോടാണെങ്കിലും ഈ റിപ്പീറ്റ് ടെന്യൂറിന് ശേഷം നിങ്ങൾക്ക് പറയാൻ പറ്റണം, എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത്. ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു ഇടവേളകളിലും ഒരു ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, അലട്ടാൻ പാടില്ല. ഈ ഒരു 10 months അല്ലെങ്കിൽ ഒരു 1 ഇയർ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ ബ്രെയിനിനെ അതുപോലെ ട്രെയിൻ ചെയ്ത്, എൻ്റെ ബ്രെയിനിനെ കൊണ്ട് അത്രയേറെ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ചൊരു വർഷം പിന്നീട് ഉണ്ടായിട്ടില്ല, അതിന് ശേഷമോ അതിന് മുമ്പോ ഉണ്ടായിട്ടില്ല എന്ന് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രിപ്പറേഷൻ. അത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നീറ്റ് 2026 എക്സാമിന് നമുക്ക് ഒരുങ്ങാം.